പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം പഠിക്കുന്ന തിരുവചനം പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 3-4 വചനങ്ങൾ ചേർത്താണ്. കഴിഞ്ഞ ദിവസം നാം പഠിച്ചത് 2-ാമത്തെ വചനമാണ്. ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ഇന്നസെന്റ് ആയിട്ട് നമ്മൾ ദാഹിക്കണം. ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. ഇന്ന് നാം പഠിക്കുന്നത് 3-4 വചനങ്ങൾ ചേർത്താണ്. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് സെയിന്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 3 and 4. അതിങ്ങനെയാണ് പറയുന്നത്: കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി 4-ാമത്തെ വചനം വായിക്കുകയാണ്. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചത്. അപ്പം സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. അത് ഏത് ശിലയാണ്? മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയാണ് അവൻ. ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയാണ് അവൻ. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു തിരുവചനം. Indeed, you have tasted that the Lord is good. Indeed, you have tasted that the Lord is good. എന്നിട്ട് പറയുകയാണ്, come to him, a living stone. Come to him, a living stone, though rejected by mortals, yet chosen and precious in God's sight. Though rejected by mortals, yet chosen and precious in God's sight. ദൈവത്തിൻ്റെ കാഴ്ചയിൽ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിൻ്റെ കണ്ണിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള അമൂല്യശിലയായ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം എന്നാണ് വചനം നമ്മോട് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ വഴിയരിയിൽ വെച്ചൊരു മനുഷ്യനെ, പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ യാദൃശ്യമായിട്ട് കണ്ടു, വർത്തമാനം പറഞ്ഞു. ചുമ്മാ പരിചയപ്പെട്ടതാണ്. എന്നോട് ഞാൻ പരിചയപ്പെട്ട നിമിഷം മുതൽ എൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം എന്നോട് സുവിശേഷം പറയുകയാണ്. ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്നോട് സുവിശേഷം പറയും. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം, അതായത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മനുഷ്യൻ, ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ദൈവം ചില സാഹചര്യങ്ങളിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിച്ചിട്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയാൻ അദ്ദേഹത്തിൻ്റെ നാവിലൂടെ അദ്ദേഹം തയ്യാറായിട്ട്, അദ്ദേഹം പറയാണ്, ആരെ കണ്ടാലും ഈ വചനമേ ഞാൻ പറയൂ. കാരണം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ എൻ്റെ നാവിൽ തിരുവചനം മാത്രമേ വരൂ. അതുകൊണ്ട് ദൈവത്തോട്, സജീവശിലയായ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്കും ആഗ്രഹിക്കാം. നമ്മുടെ നാവിൽ ദൈവവചനങ്ങൾ ഉണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നിറയട്ടെ. ആമേൻ.